എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആക്ച്വലി സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്ന് കാണാൻ പോകുന്നത്. കാരണം നമ്മൾ മൂന്നാർ ട്രിപ്പ് പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ടാണ് ഇനി മൂന്നാർ ഭാഗത്തേക്ക് ഈ സൈഡിലേക്ക് വരെ ഉള്ളൂ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരോടും താഴെ കമൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓൾ കേരള ട്രിപ്പ് ചെയ്യുന്ന സമയത്താണ് അത്യാവശ്യത്തിന് ലക്ഷറിയസ് ആയിട്ടുള്ള റിസോർട്ടുകളും കാര്യങ്ങളും അവിടുത്തെ ഒരു വൈബും അവിടുത്തെ ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയത്. നമ്മളെപ്പോഴും ഓൾ കേരള ചെയ്തു തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് തൊട്ട് എൻ്റെ പാരൻസിനോട് ഞാൻ പറയുന്നതാണ്, ഒരു ദിവസം നല്ലൊരു ലക്ഷറി റിസോർട്ടിൽ പോയിട്ട് നിൽക്കാം, ഞാനത് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാട്ടിത്തരാം എന്നുള്ളത്. അവർ അമ്പിനും വില്ലിനും എടുക്കണില്ല, കാരണം അവർക്ക് ജോലി വീട് ആ ഒരു ഇതിലായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോവാണ്. വേറെ എല്ലാവരുടെയും വിചാരം ഞാൻ അവരെ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ് എന്നാണ് കേട്ടോ. പക്ഷേ നമ്മുടെ പാരൻസിനെ എപ്പോഴും നമുക്ക് ഒരു അടിപൊളി സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അടിപൊളി റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ, മാമലക്കണ്ടത്ത്. പ്ലസ് കുറേ സഫാരി ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്, എങ്ങനത്തെ റിസോർട്ടുകളായിരിക്കും, അവിടെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ടൂറ് പോവാണ്. അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ളത് ഒരു ഹോട്ടൽ റൂമിൽ പോകണു, നമ്മൾ റൂം എടുക്കണു, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. പക്ഷേ വേറെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോണത്. മൂന്നാർ കയറാനുള്ളവർ കയറിക്കോ. ഗൈസ് ഒന്നും പറയണ്ട കേട്ടോ, ഞങ്ങളൊരു കാറ് വിളിച്ചത് ആക്ച്വലി ഭയങ്കര മണ്ടത്തരായിട്ട്. അതിൻ്റെ ഉള്ളിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ എന്ത് സൗണ്ടാടാ, ബുംബ്, മറ്റേ സ്പോർട്സ് വണ്ടി പോലെ പോണോ, ജെറ്റ് എഞ്ചിൻ പോണ പോലെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മളാ കാറിൽ നിന്ന് ഇറങ്ങി എല്ലാവർക്കും പേടിയായിട്ടാ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാറിൻ്റെ ജോഹി സൈഡിൽ കൂടെ നോക്കണു, വേറെ സൂപ്പർ ബൈക്ക് വല്ലതും പോകണ്ടോന്ന്. കാറിന്റെ ഉള്ളിലത്തെ സൗണ്ട് ആയിരുന്നു ബും 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 എന്ന് പറഞ്ഞിട്ട് ഒച്ച വരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും മേടിച്ചു. ഇതിപ്പോ ഏതാ സ്ഥലമേ? പെരുമ്പാവൂര് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ വേറൊരു ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട് ആളുടെ അവിടേക്ക് ഡാഡി അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതിന്റെ ഉള്ളില് ആ വീഡിയോ ഞാനാണെങ്കിൽ ചാരി ഇരിക്കാൻ പറ്റില്ലേ, ബാക്കിന്ന് ഭയങ്കര ബുംബും പറഞ്ഞില്ലേ, 60 മേലെ പോകുമ്പോഴാ സൗണ്ട് ഞാൻ ശ്രദ്ധിച്ചു. ബൈക്കാന്ന് വിചാരിച്ച ബൈക്കൊക്കെയായിരുന്നു, ബൈക്കല്ലായിരുന്നു, സൂപ്പർ ബൈക്ക് അല്ലായിരുന്നു, കാറിന്റെ ഉള്ളിലത്തെ സൗണ്ട് തന്നെയായിരുന്നു കേട്ടോ. ആ സ്പീക്കറിന്റെ സൈഡിലത്തെ എവിടുത്തെ ആയിരുന്നു, സ്പീക്കറിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ നമ്മള് ഡയറക്റ്റ് അങ്ങോട്ട് റിസോർട്ടിലേക്ക് പോവാന്ന് വിചാരിച്ച, പക്ഷെ ഒരു 50-60 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അത് നടക്കുന്ന തോന്നുന്നില്ല. അപ്പൊ ഇപ്പൊ ഡാഡി ആക്ച്വലി വേറൊരു ടാക്സി വിളിക്കാന്ന് പോയിട്ടുണ്ട്. അപ്പൊ ബാർഗൈനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതെങ്കിലും സെറ്റ് ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ. സീൻ കഴിച്ച രക്ഷയിലുണ്ടോ ഫാമിലി ആയിട്ട്. ഒറ്റയ്ക്ക് പോകുമ്പോ കൊഴപ്പില്ല, ഇത് ഫുൾ ഫാമിലി ആകുമ്പോ രക്ഷയില്ല, സീനാണ് കേട്ടോ, രക്ഷയില്ല. അപ്പൊ ഡാഡി ഞാനായിരുന്നു ആദ്യം ഫ്രണ്ടിലിരിക്കുക, ഞാൻ ഡാഡിയുടെ ഫ്രണ്ടിലിരുത്തിട്ടാ, ബാക്കില് സൗണ്ട് ഇട്ടോ നോട്ടെ, മറ്റേത് രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് മാമലക്കണ്ടം ആ സൈഡിലേക്കാണ് പോണത്. ഇത് നമ്മുടെ പെരുമ്പാവൂര് പ്രൈവറ്റ് സ്റ്റാൻഡ് അല്ലേ ചേട്ടത്? പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അടുത്തൊരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. നമ്മളപ്പോ അവിടെ നിന്നാണ് വിളിച്ചത്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് നേരെ നമ്മള് മാമലക്കണ്ടം ആ സൈഡിലേക്കാണ്. അപ്പൊ നമ്മള് മാപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യാറ് സോളോ ആയിട്ടാണ് ഞാൻ അടിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ എങ്ങനെയായാലും കുഴപ്പമില്ല, പക്ഷെ ഫാമിലി ആയിട്ട് വരുമ്പോൾ എനിക്ക് എങ്ങനെയാ അത് കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇല്ല, കോർഡിനേഷനിൽ തെറ്റൊന്നും പറ്റിയിട്ടില്ല. കാറ് നമുക്ക് കാറ് ഓടിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. ആ കാറ് എനിക്ക് ഓടിച്ചു നോക്കിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. കാറ് ഓടിച്ച് സപ്പോർട്ട് ചെയ്തു. അതല്ലെങ്കിൽ എന്റെ നെഞ്ചത്തെ കയറാറ് എല്ലാരും കൂടിയിട്ട് എന്താണോ ക്യാമറ ഓൺ ചെയ്ത് കാരനാന്നുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്യുമ്പോ കൂടി എന്റെ നെഞ്ചത്താവുന്നുണ്ട്. ആ കാറ് ഭയങ്കര സൗണ്ട് ഇട്ട. ബാക്കില് ഇൻഡിഗ ആണെന്ന്, ഇൻഡിഗ കാറാന്ന് തോന്നുന്നു. ഇൻഡിഗ കാറ് ബാക്ക് എഞ്ചിൻ ബാക്ക് ഇല്ലാത്തത്, ഇതില്ലാത്തത്. അതിനെന്തോ സെഡാൻ എന്നല്ലേ പറയാ, ഇതിനെന്തെന്ന് പറയാ ഈ കാറിന്? ഇത് ഡിസൈർ അല്ല, ഇത് സെഡാനാ. സെഡാൻ അറിയില്ല. ബാക്കിൽ മറ്റേ ഇതില്ലാത്ത മോഡലായിരുന്നു, ഇൻഡിഗയുടെ മോഡലായിരുന്നു. ഞങ്ങള് തൃശ്ശൂരിന്ന് വരണേ. ഞാനിവിടെ മാപ്പ് നോക്കണു, അനിയനിവിടെ റിസോർട്ടിലേക്ക് ഉച്ചയ്ക്ക് പോകുമ്പോഴുള്ള മെനു കാർഡ് നോക്കണു. ഡാഡി ഫ്രണ്ടില് അടിപൊളി വഴി ഉണ്ടായത്. ഇത് ഏതാ ചേട്ടാ കനാല് വരുന്നത്? ഭൂതത്താങ്കട്ടിന്ന് വരണതാ. അടിപൊളി സാധനം നോക്കിയേ, നല്ല തെളിനീര് വെള്ളല്ലേ. മെയിൻ കനാലാ, ഭൂതത്താങ്കട്ടിന്ന് വരണ ഇതാ കനാലാ.
അടിപൊളി നോക്കി. ഈ കനാലിൽ നിന്ന് തിരിഞ്ഞിട്ട് മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ മീൻ പിടിക്കാൻ എന്തൊക്കെയോ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഡാം തുറന്ന വരണതുകൊണ്ട് ഇത്ര വെള്ളം വരണേ. അതെ, നല്ലോണം വെള്ളമുണ്ട്, കവിഞ്ഞൊഴുകുന്നുണ്ട്. വേനൽക്കാലമായിട്ട് ഭയങ്കര വെള്ളമുണ്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ റിസോർട്ടിന്റെ അവിടേക്ക് എത്തിയിട്ടാ. കുറച്ചൊരു ഓഫ് റോഡ് റൂട്ടാണ് ഇത് വരുന്നത്. നീ ടിഷ്യൂ എടുക്കാണ്. അപ്പൊ നമ്മൾ പണിത് ഈ ഒരു ടാക്സിയിലാണ് കേട്ടോ. ആൾ ചെറിയൊരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ആൾക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് അതിൻ്റെ മേലേക്ക് കയറ്റാൻ ചെറിയൊരു ഇതാണ്, ഇതിൻ്റെ മേലെ കൂടെയാണ് വരണത് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇറങ്ങട്ടെ. പയ്യെ ഇതിൻ്റെ മേലോട്ട് കയറിയിട്ടാണ് കേട്ടോ. നമുക്ക് പയ്യെ അങ്ങോട്ട് കയറും കേട്ടോ. കയറാൻ പാടാല്ല, കുഴപ്പമില്ല, ബുദ്ധിമുട്ടാണല്ല, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞങ്ങൾ വന്നത് കുട്ടമ്പുഴ വഴിയായിരുന്നു കേട്ടോ. അതൊരു കാട് പ്രദേശമാണ്. നിങ്ങൾ 6-ാം മൈൽ, നേര്യമംഗലം 6-ാം മൈൽ വഴി ഈ മരം റിസോർട്ടിലേക്ക് വരണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. മറ്റത് കാട് വഴിയായിരുന്നു. ഞങ്ങൾ കിലോമീറ്റർ കുറവ് നോക്കിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നത് കേട്ടോ. അത് കുറച്ച് പണിയായി. അതുകൊണ്ടാണ് ടാക്സിക്കാരൻ അങ്ങോട്ട് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞത് കേട്ടോ. അതും ഞങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായി, കാരണം പൊട്ട വഴിയായിരുന്നു കുട്ടമ്പുഴ. ആ വഴി നിങ്ങൾ വരുമ്പോൾ ഈ ഒരു റിസോർട്ടിലേക്ക്, മരം റിസോർട്ട് മാമലകണ്ടത്ത് വരുമ്പോൾ നിങ്ങൾ നേര്യമംഗലം 6-ാം മൈൽ വഴി മാപ്പ് ഇട്ടിട്ട് വരണതായിരിക്കും ബെറ്റർ കേട്ടോ. അടുത്ത വ്യൂ കാര്യങ്ങൾ നോക്കിയാൽ ഫുള്ള് മല, ആ ഒരു ഏരിയ ആണ് കേട്ടോ. ഫുള്ള് നമുക്ക് താമസം വരണത് ഇങ്ങനത്തെ ഓരോ കോട്ടേജുകളാണ് കേട്ടോ. അത് നമുക്ക് പിന്നെ പോവാം, റൂമുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോവാം. ഇതൊരു ലക്ഷറി റിസോർട്ടാണ് കേട്ടോ. പൂളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആ ഒരു കാര്യങ്ങളുടെ ഏരിയ ആണ് കേട്ടോ. അതൊക്കെ റൂമിലത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടേക്ക് നമുക്ക് വരാം. പിന്നെ ഈ ഒരു ഏരിയ എങ്ങനെയാണ് താഴെ കമൻറ്റ് ചെയ്യട്ടാ. എങ്ങനെയുണ്ടമ്മേ ഫസ്റ്റ് ഇംപ്രഷൻ? കൊള്ളാവോ? അടിപൊളിയല്ലേ? വെൽക്കം ഡ്രിങ്ക് കുടിക്കും. എന്തായിരുന്നു? വാട്ടർ മെലനാണല്ലേ? ഓക്കെ, താങ്ക് യു. വാട്ടർ മെലൻ ഒരു കൂളിംഗ് ഉണ്ട്, സമാധാനം. ഇവിടെ ചന്ദനക്കുറിയും കാര്യങ്ങളും ഉണ്ട്. താങ്ക് യു. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ മാലയായിരുന്നത്? ഏലക്കായയുടെ മാലയാണ് കേട്ടോ. ഇട്ടോളൂ. ഓക്കെ, താങ്ക് യു. ഏലക്കായയുടെ മാലയാണ്. അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇഷ്ടമില്ല, ഞാൻ ഇട്ട് കൊടുത്തോളാം. ഏലക്കായയുടെ മായ, ഇതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മണത്തോക്ക്, മണക്കാൻ പാടോ? അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇതില്ല കേട്ടാ. നിനക്ക് കുഴപ്പമുണ്ടോ നീ? ഏലക്കായ കൊണ്ട് ഉണ്ടാക്കിയൊരു മാലയും കാര്യങ്ങളൊക്കെയാണ് ഈ സംഭവം. കൊള്ളാം. അങ്ങനെ നമ്മൾ അവിടുത്തെ വെൽക്കമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോയി അപ്പനും അമ്മയും രണ്ടുപേരും റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കിവിടെ 2 റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെയിം കോട്ടേജസ് ആണോ അല്ലേ? മൊത്തം എത്ര കോട്ടേജസ് ഉണ്ട്? 9 കോട്ടേജ് ഉണ്ട് അല്ലേ? 9 കോട്ടേജാണ് ഇവിടെ ആകെ ഉള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതില്ലേ, മറ്റേ ഇതുകൾ പോലെ 10-20 റൂം അങ്ങനെ അടുപ്പിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് അമ്മ വീട്ടിൽ നിന്നൊക്കെ പോണ സമയത്ത് കുറേ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇത് ലിമിറ്റഡ് ആണ് കേട്ടോ. 9 കോട്ടേജസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ ഒരു കോട്ടേജ് തന്നെ കാണാം കേട്ടോ. എൻ്റെ പൊന്നെ, അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആണ് കേട്ടോ. ഇവിടെയാണ് നിങ്ങളിന്ന് താമസിക്കാൻ പോണത്. എൻ്റെ വക ഗിഫ്റ്റ്. എന്നുണ്ട് ഡാഡിയ? രണ്ട് പേരും നോക്കാം. ഇത് ബെഡ് ഇരുന്ന് നോക്കിയ ഡാഡി, കംഫർട്ടാണോ നോക്കിയേ? എൻ്റെ അമ്മേന്ന് ഡാഡി, എങ്ങനെയുണ്ട്? കംഫർട്ടാണോ? കംഫർട്ട് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫോണുണ്ട്. കൂട്ടുകാരൻ പറഞ്ഞോണം, മറ്റേ കമ്മിന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തൊക്കെയുള്ള ബ്രോ ഇവിടെ? പിന്നെ അമ്യൂണിറ്റീസ് കാര്യങ്ങൾ, ഇതൊക്കെ ഇത് കോംപ്ലിമെൻ്റ് ആണോ അതോ ചാർജബിൾ ആണോ? അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അർത്ഥം ഈ സാധനം തുടരുത്, നല്ല വിലയായിരിക്കും. ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 40 രൂപ അല്ല 170 രൂപ ആ റേഞ്ചിൽ ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവങ്ങൾ ഫ്രിഡ്ജ് ഉണ്ടോ? സംഭവങ്ങൾ മിനി ബാർ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിലുണ്ടല്ലേ. അതിലും നമുക്ക് ചെറിയൊരു ഫ്രിഡ്ജ് ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും തണുപ്പിക്കാൻ വെക്കണമെങ്കിൽ വരാം, അല്ലെങ്കിൽ അതിൽ കോള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ഇത് നമുക്കുള്ള ഇതെന്തായിരുന്നു? ഫ്രൂട്ടാണോ? ഫ്രൂട്ട് ബാസ്ക്കറ്റ് തുറന്നേ. ഫ്രൂട്ട്സ് കാര്യങ്ങൾ
എന്നാ അമ്മയ്ക്ക് കായോർത്തത് TV കാണുമ്പോൾ കായോർത്ത് കഴിക്കാം. ഡാഡിക്ക് എന്നിട്ട് വേണ്ട ഡാഡിക്ക് ഇതേ ശർക്കര വരട്ടി അല്ല തരുന്നില്ല, ജസ്റ്റ് കയ്യിൽ പിടിക്കുന്ന. പിന്നെ ഇതേ TV കാണാം. ഇവിടെ ചെറിയൊരു കെറ്റലുണ്ട്. ഇതല്ല വ്യൂ, ബാൽക്കണി റൂമും കാര്യങ്ങളൊക്കെ. ഇത് അമ്മ ബാത്റൂമിലേക്ക് പോലാട്ടാ, നിങ്ങളുടെ റിയാക്ഷൻ എടുക്കണം. ഇതാ ഇവിടെ ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ. ജസ്റ്റ് അപ്പനെ അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് ചില്ല് ചെയ്ത് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. വേറെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ പാരൻസിൻ്റെ ഡാഡിക്കും അമ്മയ്ക്കും ഓക്കെ ആണെങ്കിൽ അവരെ സഫാരിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടും, അല്ലെങ്കിൽ ഫുള്ള് റെസ്റ്റ് എടുക്കുക. അതാണ് സംഭവം വരുന്നത്. നിനക്കൊന്നുമില്ല ഇവിടെ. ഇതാ ഇനി വാ, നമുക്ക് ബാത്റൂം കാട്ടിത്തരാം. വാ ഡാഡി വാ, ബാത്റൂം കാട്ടിത്തരാം. ബാത്റൂം കണ്ടോ കർട്ടൻ? ഇതാ ഇത് അടുത്ത കോട്ടേജാണ് വരണേ, അടുത്ത കോട്ടേജ്. ഇനി വാ ബാത്റൂം കാട്ടിത്തരാം. ബാത്റൂം എവിടെയാ ബ്രോ? ഇതാണ് ബാത്റൂം വരുന്നത് കേട്ടാ. ഇതിൻ്റെ മേലെ വേറൊരു സംഭവമില്ലേ, പറയണ്ട ഇല്ലേ? ഉണ്ട്. ഇതാണ് ബാത്റൂം വരണേ. സർപ്രൈസ് ഒന്നല്ല, എങ്ങനെയുണ്ട് ബാത്റൂം? ലൈറ്റ് ഓഫ് ചെയ്യല്ലേ? അതെ, അടിപൊളി ബാത്റൂം. നമുക്ക് വരുമ്പോൾ ചോദിച്ചില്ലേ ബ്രഷ് എടുക്കണോ ടവൽ എടുക്കണോ ഒക്കെ ചോദിച്ചില്ലേ? ഇത് ഹെയർ ഡ്രയർ. അമ്മയുടെ മുടി ഉണങ്ങിക്കോളും. ഇതേ മുടി ഉണക്കാൻ ഇവിടെ ഒരു സംഭവമുണ്ട്. പിന്നെ ഡാഡിക്ക് പല്ല് തേക്കാൻ ബ്രഷ്. പിന്നെ ഇത് മറ്റേ ഷവർ ക്യാപ്പ്, തലയിൽ ഷവർ ഇട്ടിട്ട് തലയിൽ ഇതിട്ടിട്ട് കുളിക്കാം. ഇതെന്തിട്ടാ? ഇത് നമ്മുടെ എന്ത് സംഭവമായിരുന്നു? ഷേവിങ് കിറ്റ്, ഷേവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഷേവിങ് കിറ്റ്. പിന്നെ അടിപൊളി ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. ഇനി വേറൊരു സംഭവമുണ്ട്. എല്ലാവരും കണ്ണാടയിൽ നോക്കി മതി മറഞ്ഞ് നിൽക്കാട്ടാ, വീഡിയോയിൽ ഭംഗിയിടുന്ന് അറിയാൻ. പക്ഷെ ടയേർഡ് ഒന്നും ഇല്ലല്ലോ, കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. അമ്മയ്ക്ക് ഛർദ്ദിക്കുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു ഗുളിക കഴിച്ചായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ബാത്റൂം പറ്റില്ലെങ്കിൽ വേറൊരു ബാത്റൂം ഉണ്ട്, കാട്ടിത്തരാം. ബാത്റൂമല്ലല്ലോ പറയാത്, എന്താ ടബ്. അടുത്തൊരു സംഭവം ഉണ്ട്, കാട്ടിത്തരാം. ഇവിടെ നമുക്ക് ലഗേജ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇതിനെന്താ പറയായിരുന്നു? ബാത്റൂം ഉണ്ട്. പിന്നെ ചെരുപ്പ് ചോദിച്ചില്ലേ, ചെരുപ്പ് കൊണ്ടുവരുന്ന ചോദിച്ചില്ലേ? ഇവിടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയൺ ചെയ്യണമെങ്കിൽ അയണും ഉണ്ട്. ഇനി സേഫ് ആക്കി വയ്ക്കണമെങ്കിൽ സേഫ് ലോക്കറും ഉണ്ട് അല്ലേ? ലോക്കറും ഉണ്ട് പോരെ? സേഫ് ലോക്കറും ഉണ്ട്. സംഭവം എങ്ങനെയുണ്ട്? ഇനി വേറൊരു സംഭവം ഉണ്ട്, അതെവിടെ ബ്രോ വഴി നിന്ന് കാട്ടി തരുമോ? ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് പോവാം. മേലെയാണ് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിക്കാൻ പോകുന്ന ഒരു സംഭവം കേട്ടോ. ബാത്ത് ടബ് എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ ബാത്ത് ടബിൽ കിടന്ന് വെള്ളം ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷവറും ജെല്ലും കാര്യങ്ങൾ ടവലുണ്ട്. പിന്നെ ഷാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ എയറിൽ. ഇവിടെ മറ്റേ നാട്ടിലത്തെ പോലെ അല്ല കേട്ടാ, ഇവിടെ ആരും വന്ന് ഒളിഞ്ഞു നോക്കില്ല. ഫുള്ള് കാട് ഏരിയ ആണ് ഇവിടെ ഫുള്ള്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇവിടെ ഇങ്ങനെ വന്ന് എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ. ഞാൻ ബുക്ക് ചെയ്തതും വേറൊരു റൂം കൂടി ഉണ്ടായിരുന്നു, അവിടെയും ഈ സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓപ്പൺ ബാത്ത് ടബ് അല്ലേ? ഓപ്പൺ ബാത്ത് ടബ് ഇവിടെയും ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തും ഉണ്ട് അല്ലേ? അപ്പുറത്ത് വേണമെങ്കിൽ അവിടെയും ഉണ്ട്. പിന്നെ അതിൻ്റെ മേലെയും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ റൂമുകളുടെയും മേലെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഒരേ സ്ട്രക്ചറിലും ഒരേ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് സെപ്പറേഷനല്ലോ, ഒക്കെ എല്ലാവർക്കും സെയിം തന്നെയാണ്. അപ്പോൾ ബാത്ത് ടബിലും നിന്ന് കുളിച്ച് ഫ്രഷായി എൻജോയ് ചെയ്യാം പോരെ? എങ്ങനെയുണ്ട്? നിന്നെ ഞാൻ മുക്കാനുള്ളൊരു സ്ഥലം വേറെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പണ്ട് ഡാഡി എന്നെ മുക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഞാൻ നിന്നെ മുക്കും. അത് ഞാൻ കാട്ടിത്തരാം. എങ്ങനെ ഡാഡിയെ? ഡാഡിക്ക് മാങ്ങിയും പ്ലാവാണ്. ഏതാ? ആഞ്ഞിലപ്പഴം. അതാ ഇനിച്ചക്ക. അയിനിച്ചക്ക എന്നാണ് പറയാ. ആഞ്ഞിലിപ്പഴം, അയിനിച്ചക്ക സെയിം അല്ലേ? നമ്മുടെ തൃശ്ശൂരെ സാധനം കിട്ടും കേട്ടോ, അയിനിച്ചക്ക ആഞ്ഞിലിപ്പഴം എന്ന് പറഞ്ഞിട്ട്. ഒരു വട്ടം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളി സാധനം. അങ്ങനെ ഫുള്ളൊരു കാടിൻ്റെ ഉള്ളിൽ, അങ്ങനെ ടൗൺ ആയിട്ടൊരു ടച്ചും കാര്യങ്ങളും ഇല്ല, ഒരു അടിപൊളി പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അനിയന് വേണ്ടിയിട്ട്, ഇനി അനിയനൊന്നും ചെയ്ത് കൊടുക്കില്ല എന്ന് വേണ്ട, അനിയന് വേണ്ടിയിട്ടൊരു സാധനം വേറെ ഉണ്ട്. അത് അവന് വേറൊരു സാധനം ഉണ്ട്. എന്നിട്ടാ നിന്നെ പിടിച്ച് മുക്കാൻ പറ്റുന്നൊരു സ്ഥലം ഇവിടെ ഉണ്ട്.
ബാത്ത് ടബല്ല, വേറെ ഒരെണ്ണുണ്ട്, കാട്ടിത്തരാം. താഴോട്ട് പോവാ, കാട്ടിത്തരാം. ഗൈസ് ഇനി ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു രസം. അടുത്ത കാഴ്ച വരണത് ഇതാ, ഇവിടെയാണ് നിന്നെ മുക്കാൻ പോണത്. പണ്ട് ഡാഡി എന്നെ അമ്പലക്കുളത്തിൽ നീന്തൽ പഠിപ്പിച്ചു. ഇനി ഞാൻ നിന്നെ സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിപ്പിക്കും കേട്ടോ. ഇതാ ഇവിടെ നമുക്കൊരു പ്രൈവറ്റ് പൂളും കൂടി വരുന്നുണ്ട് കേട്ടോ. ഒരു ജക്കൂസി ആണ് തോന്നുന്നു അല്ലേ, ഇൻഫിനിറ്റി പൂളാണ്, ഇൻഫിനിറ്റി പൂള് ഗൈസ്. ഇവിടെ ഒരു പൂൾ ഏരിയ കൂടി വരുന്നുണ്ട് കേട്ടോ. സെറ്റ് എത്രത്തോളം താഴ്ച? 5 ഫീറ്റും 3 ഫീറ്റും. നീ എത്ര ഇതുണ്ട്? നീ 5'9" നിൻ്റെ മുക്കാ ഭാഗ മുങ്ങുള്ള, പേടിക്കണ്ട. അപ്പോൾ നിനക്കിന്ന് നീന്തൽ പഠിക്കുന്ന വ്ളോഗ് കൂടി നിങ്ങൾക്ക് കാണാൻ ഗൈസ്. നീന്തൽ പഠിപ്പിക്കുന്ന വ്ളോഗ്. 5 അടി താഴ്ചയുള്ളൂ. അമ്മ എത്രയുണ്ട് ഹൈറ്റ്? 5 അടി. നീ മുങ്ങിപ്പോവും. അമ്മയ്ക്ക് നീന്തലറിയോ? അപ്പം അമ്മേനെ നീന്തൽ പഠിപ്പിക്കാം. ഡാഡിക്ക് അറിയില്ലേ നീന്തല്? അപ്പം നമുക്ക് 3 ആൾക്കും ഫാമിലി ആയിട്ട് നീന്താം. ചാടി അതൊക്കെ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ചാടികൾ അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. നമ്മൾ ഇതിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് അടിപൊളിയാണ്. കാരണം ഏതാ അവിടെ പോയി കിടക്കാമാ, അവിടെ പോയിട്ട് കിടക്കാനും ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഈ ചൂടാണ്, ഉച്ചയ്ക്ക് ചൂട്. പക്ഷെ 4 ദിവസം മുന്നേ വരെ മഴ പെയ്തതാണ് കേട്ടോ. ഇവിടെ 4 ദിവസം മുന്നേ വരെ മഴ പെയ്തതാണ്. അതാണ് ആ ഒരു സംഭവം കേട്ടോ. കാരണം നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര ചൂടും കാര്യങ്ങളാണ്. ഇവർ പറഞ്ഞത് 4 ദിവസം മുന്നേ വരെ ഇവിടെ അല്ലേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി കുറച്ചുകൂടി തണവാകുന്നു തോന്നുന്നു അല്ലേ. കോട ഉണ്ടാവും, ഒട്ടുമിക്ക ദിവസങ്ങളും കോട ഉണ്ടാവും. അപ്പോൾ അതേ സാധനം അവരും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഹാപ്പി. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് തൊട്ട് താഴെ തന്നെ. ആ ബാൽക്കണി വ്യൂ ഇല്ല, അതിൻ്റെ തൊട്ട് താഴെ തന്നെ. അപ്പോൾ ഞങ്ങൾ കാറിൽ വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഭക്ഷണം വേണ്ടതെന്നുള്ളത്. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. അമ്മേനെയും അപ്പനെയും ഹാപ്പി ആക്കി. സാധനം അവരെ റൂമിലാക്കിയില്ല, നമ്മൾ അവരെ റൂമിലാക്കി. ഞാനും അനിയനും ഇവിടെ വേറൊരു റൂമിൽ വന്ന് TV കണ്ട് ഇവിടെ കിടക്കാട്ടോ. ആക്ച്വലി നിങ്ങളും ഇതുപോലെ തന്നെ പാരൻസിനെയും കൊണ്ട് അവരെ ഹാപ്പി ആക്കണ്ട. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഏകദേശം 1 വർഷത്തിന് മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവരോട് ഇങ്ങനത്തെ ഒരു സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ബാലൻസ് എന്ന് പറയും. കാരണം ഫുൾ ടൈം എനിക്ക് യാത്ര ചെയ്ത് കിട്ടിയതാണ്. അല്ലാണ്ട് ഞാനിപ്പോൾ പുറം രാജ്യത്ത് പോയിട്ടും അങ്ങനത്തെ ഇതുകളൊന്നും അല്ല കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ ഓരോ രാജ്യത്തുള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെടും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ ഓരോ ഹോസ്റ്റലുകൾ ഉണ്ടല്ലോ, ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലുകൾ. അപ്പോൾ അവരും അവിടെ ഉള്ളത് ഓരോരോ രാജ്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുകളായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ഒരു ഇതെനിക്ക് കിട്ടിയത് കേട്ടോ. കാരണം ഞാൻ കേട്ടിട്ടുള്ളത് വർക്ക് ബാലൻസ് എന്നൊരു സംഭവം ഉണ്ട്. അങ്ങനെയല്ല, ഒരു കോമൺ സെൻസ് ഉള്ളൊരു സാധാരണ ഒരാൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവർ എന്ന് പറയണത് ഫുൾ ടൈം ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിൻ്റെ ഇതല്ല അവർക്ക്. അങ്ങനെ ഒരു സംഭവം ഫാമിലി ആയിട്ട് പോകും, കൂട്ടം കൂടിയിട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ ഫാമിലിയും ഗ്രൂപ്പായിട്ട്, അതന്നെ ഗ്രൂപ്പായിട്ട് ഡാഡിയുടെ ഫാമിലിയും മമ്മിയുടെ ഫാമിലി ആയിട്ട് ടൂർ പോകും. ഇതുപോലെ തന്നെ റിസോർട്ട്, ഇത്ര ലക്ഷറി ആയിട്ട് റിസോർട്ടും കാര്യങ്ങളും എടുക്കില്ലെങ്കിലും അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഫാമിലി ബോണ്ടിങ് അങ്ങനെയൊക്കെ പറയില്ലേ ഗൈസ്, അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് സംഭവം. കാരണം ഞാൻ ഡാഡി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഡാഡി കിടക്കുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പോൾ ഡാഡിയായിട്ട് കാണലും സംസാരിക്കലും ഇല്ല, അമ്മയായിട്ടാണ് പിന്നെ സംസാരിക്കുക. നീയോ? ഇവന് ലൈക്ക് ഫാമിലി ബോണ്ടിങ്, ഫാമിലി മാത്രമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡാഡി അമ്മ നമ്മൾ എന്താ പറയുക, ആ ഒരു നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു ബോണ്ടിങ്, ആ ഒരു സംഭവം. അതിന് വേണ്ടിയാണ് ഞാൻ എന്തായാലും ഹാപ്പി, അവരും ഹാപ്പിയാണ്. അവരിതേ അമ്മ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവിടെ വെച്ച് ഇവിടെ വെച്ച്. ആ എക്സൈറ്റ്മെൻറ്റ് കാരണം കേട്ടോ. എന്നിട്ട് കൂട്ടുകാരികൾക്കും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു എക്സൈറ്റ് കാണാൻ നമുക്ക് അടിപൊളിയല്ലേ, സന്തോഷമല്ലേ. സോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം കേട്ടോ. ക്ഷീണമൊന്നുമില്ല, എന്നാലും ഉച്ചയാണ്, AC-യിലൊക്കെ ഇങ്ങനെ കിടന്ന് കൂളാവാം. ഇനിയിപ്പോൾ ഇനി വേറൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് തിരിച്ചു വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്നൊന്നും വരലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത രാജ്യത്തേക്കുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ TV കണ്ട് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ കുറച്ച് നേരം. അപ്പോൾ നമ്മൾ പൂളിൽ ഇറങ്ങാൻ പോകാൻ കേട്ടോ. ഫുൾ ഫാമിലി ആയിട്ടാണ് പൂളിൽ ഇറങ്ങാൻ പോണത്. അനിയനുണ്ട്, ഫുൾ സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്, ഡാഡി ഉണ്ട്. അമ്മ ഇറങ്ങണ്ട, ഇന്ന് ഡാഡി എല്ലാരെയും നീന്തൽ പഠിപ്പിക്കണം. അതാണ് നമ്മുടെ സബ്ജക്റ്റ് കേട്ടോ. ഡാഡി അനിയനെ നീന്തൽ പഠിക്കും, അമ്മേനെ നീന്തൽ പഠിപ്പിക്കും, എല്ലാരെയും നീന്തൽ പഠിപ്പിക്കുന്ന വ്ളോഗാണ് ഇനി. അവനറിയില്ല, ഡാഡി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ സാധനം. ഇവനറിയില്ല നീന്തല്, ഇവന് വെള്ളം പേടിയാ. എന്നെ ഡാഡിയെ പഠിപ്പിച്ചെന്ന്. ഇന്ന് ഡാഡി ജോഹനെ നീന്തൽ പഠിപ്പിക്കട്ടാ. നിനക്ക് ഡാഡി തന്നെ വേണം നീന്തൽ പഠിപ്പിക്കാൻ. ഇന്ന് നോക്കാം കഴിച്ചു. ഇവിടെ പൂള് റെഡി ആയിട്ടില്ല, പൂള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ.
മരം റിസോർട്ടാണ്, മാമല കണ്ടത്ത്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ അറിയാത്ത, അമ്മയ്ക്ക് നീന്തലറിയോ? അമ്മയ്ക്ക് അറിയില്ല. ജോഹൻ അറിയോ നീന്തൽ? ഇല്ല. എനിക്കും ഡാഡിക്ക് അറിയില്ലേ നീന്തൽ? ആ, എനിക്കും ഡാഡിക്കാൻ നീന്തലറിയുള്ളൂ കേട്ടാ. ഈ രണ്ട് കുട്ടുറുമീസുകൾക്ക് നീന്തലറിയില്ല. അപ്പോൾ ഇതിന് രണ്ടെണ്ണത്തിന് ഇന്ന് ആദ്യം വെള്ളത്തിന് മുക്കണം. ദേ വാ ഇറങ്ങാം നമുക്ക്. അതിനായിട്ട് പിന്നെ പൂളിൽ ആദ്യം ഇതൊന്ന് കഴുകാം, മേലൊന്ന് കഴുകിയിട്ട് വേണം ഇറങ്ങണമെങ്കിൽ. എന്താ ഇവിടെ ചൂടുവെള്ളം ഉണ്ട്, ചൂടുവെള്ളം തണുത്ത വെള്ളം ഉണ്ട്. അല്ലെങ്കിൽ എല്ലാവരെയും അഴുക്ക് അതിലാവില്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് തോർത്തിയിട്ട് അതിലേക്ക് ഇറങ്ങാം. അല്ലല്ല, അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ മാത്രമായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ പുറത്തേന്നൊക്കെ വരുമ്പോഴേ അയ്യോ, വേണമെങ്കിൽ തല നനച്ചോട്ടോ, നല്ല തണവുണ്ടാവും. നനച്ചാ അതാ നനച്ചോ. ആ അപ്പൊ ഇനി ഡാഡി വേണമെങ്കിൽ ബനിയന് ഊരിട്ടോ, അല്ലെങ്കിൽ നനയോ. എന്നിട്ട് നീയും ഡാഡിയാണ് ആദ്യം ചെയ്യണ്ട കേട്ടാ. നീ ആ ബനിയൻ അവിടെ ഇട്ടോ. നീയും ഡാഡി നിന്നെ നീന്തൽ പഠിപ്പിക്കണം കേട്ടാ. എന്താ നിനക്ക് ഇവന് പേടിയാ നീന്തല്? ഇവനെ നീന്തല് പേടിയാ. വെള്ളം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയാ. നീ ഇവിടുന്ന കണ്ട? ആ ആരാ പറയണ നിനക്കറിയോ? ഇവിടെ ഇല്ലേ? ഇല്ലയാ? ഇറങ്ങ നിന്നെ ഇറക്കിട്ടോ ഞാൻ ഇറങ്ങണല്ലോ. നീ ഇറങ്ങ്. ഇതറിഞ്ഞില്ലേട്ടാ, ഇവനിറങ്ങില്ല. ഡാഡി തെറ്റി. ഞാൻ നീന്താണ് അങ്ങനെ നീന്തടാ. ശരി ആ ശരി. ഇനി ശരി നീ നീന്ത്. ക്യാമറ നോ ഡൈവിങ് എഴുതിണ്ടാ. ഇറങ്ങ്. ഡാഡിയോടെ ചുമക്കണ്ടല്ലോ. എന്തേലും പറ്റിയാ? പേടിച്ചാ? ഏയ് പേടിക്കണ്ട. നടക്ക്, നീ നടക്ക്. നീ ഇറങ്ങിയിട്ട് നടക്ക്. ആ ഇനി അവിടെ നടന്ന ഡാഡി എടുത്ത്. ഡാഡി ഇവനെ പിടിച്ചോ, നീന്തൽ പഠിപ്പിക്ക്. ഇറങ്ങണില്ല. ആ അതെടുക്ക്. ഇതൊരു രക്ഷയില്ല. ഇവനെങ്ങനെ നോക്കിയിട്ട് ഇവനെ ഇറക്കാൻ പറ്റുന്നില്ല. ഇനിയെങ്കിലും ഇറങ്ങോ? ഡാഡി ഇരിക്കണോ? ഇരിക്കി. ആ ഇനി നീന്തി പോടാ ഡാഡിയുടെ അടുത്തേക്ക്. എന്റെ ദൈവമേ, ഈ തോരപ്പന നീന്തൽ പഠിപ്പിക്കാൻ ഒരു രക്ഷയില്ലാട്ടാ. ഇനി നമ്മള് അല്ല അവിടെ ഇല്ല, അതിൽ കൂടെ ഇറങ്ങിയാൽ മതി. ഞാൻ പറയാണ്ട ജോഹനോട്. അല്ല അവിടെ നിന്ന് ഇറങ്ങി കുഴപ്പമില്ല. ആ ഇതിലെവിടെയാ ഇറങ്ങിക്കോ. ഇനി ഞാൻ നീന്തട്ടെ ഏട്ടാ. എനിക്ക് നീന്തൽ അറിയാട്ടാ ഗൈസ്. ഒരു രക്ഷ ഗൈസ്. നമ്മള് നീന്തി തുടിക്കുക, ചില്ലിയ. ക്ലോറിൻ വെള്ള. അടിപൊളി കേട്ടോ. നല്ല വെളിച്ചം അവിടെ നിന്ന് വരുന്നുണ്ട്. കൊള്ളാം. ഇല്ല സ്റ്റെപ്പ് ഉണ്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ട്. പയ്യറങ്ങ്. ആ ഇങ്ങോട്ട് വാ. ഇപ്പഴത്തേക്ക് ജോഹിനെ കളിയാക്കിട്ട് സ്റ്റെപ്പ് ഉണ്ടെന്ന്. കണ്ണാട് ഊരിയാക്കി. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് മോളെ. വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ. ഇവിടെ എന്താ നീങ്ങാത്തോടന്ന്? ഡാഡിനെ പിടിക്ക്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ആ കണ്ട സ്റ്റെപ്പ് ഉണ്ടോ? മതിയാ? സ്റ്റെപ്പിന്ന് ചാടുന്നു ആൾക്കാർ. ഇപ്പൊ ഇതിലാരും കാണുന്നില്ല. പോരെ? ആ സ്റ്റെപ്പ് ഉണ്ട്. എത്ര സ്റ്റെപ്പ് ഉണ്ട്? അതിനിവിടെ നിന്നോക്കിയമ്മ. നിന്നോക്കിയാ ആദ്യം നിന്നോക്ക്. ആ അല്ലെങ്കിൽ നീ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ആവുമ്പോ എളുപ്പാ. അല്ല അവിടെ ഇതുള്ളോ കേറ്റാ. ഇവിടുന്ന് അങ്ങോട്ട് കേറ്റാ. ഇതാ പയ്യ ഇറങ്ങി നോക്കമ്മ. എക്സ്പീരിയൻസ് ഇവിടെ എല്ലാരും ഉള്ളതല്ലേ. നീ മിണ്ടി
സംസാരം വലിയ ഡയലോഗാ. അവനാ കമ്പിമ അല്ലെങ്കിൽ ആ മൂലന്ന് ഇറങ്ങില്ല കേട്ടോ അവൻ. അത് വേണോ? ഏത് അതെ അവിടെ ഡാഡിയുടെ ഉണ്ട് അത്. ഇറങ്ങ അല്ലെങ്കിൽ ഉപ്പുറ്റീമ നിക്ക്. അതിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. നിലയില്ല ഇവിടെ നിലയില്ല. 5 അടി ഫുള്ള് 5 അടി ആവുന്നുണ്ട്. അയ്യോ അങ്ങോട്ട് ശ്വാസം കിട്ടണില്ലേ? വെറുതെ നിന്നോക്കിയേ. ഇല്ല ഇല്ല നിക്ക് നോക്ക്. കാലുമ നിന്ന ഇല്ലടാ. എന്റെ കൈയുടെ പുറത്ത് അടുത്തത് നമ്മൾ ഫാമിലിനെയും കൊണ്ട് നല്ല ഇടിവെട്ടും കൊടുങ്കാറ്റും ഉള്ള സമയത്ത് നമ്മൾ നല്ലൊരു 4x4 ഓഫ് റോഡ് ജീപ്പിൽ പോണതാണ്. അതുപോലെ തന്നെ ഫുഡും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ 2ാം ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.